നമസ്കാരം. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,00,000 കടന്നു. 1,16,600 രൂപയിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണം ലക്ഷം കടക്കുന്നത്. ഈ വർഷം ജനുവരിയിൽ 57,000 രൂപ നിരക്കിൽ മാത്രമായിരുന്ന വിലയാണ് ഏറെക്കുറെ ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിച്ച് ലക്ഷം ഭേദിച്ചത്. ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയെ റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയർത്തിയത്. സ്വർണ്ണവില 1,00,000-ലെത്തിയതോടെ ആഭരണപ്രിയരും സാധാരണക്കാരുമൊക്കെ സ്വർണ്ണാഭരണം വാങ്ങുന്നത് ഇനി പ്രതിസന്ധിയിലാകും. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോഴുള്ള വാങ്ങൽ ചെലവ് പലർക്കും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലെത്തും. സ്വർണത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ഗോൾഡ് ETF-ലും മറ്റും നിക്ഷേപം നടത്തിയവർക്ക് എന്തായാലും നിക്ഷേപ നിലയിൽ വലിയ രീതിയിലുള്ള ലാഭമാണ്. നിക്ഷേപ നിലയിൽ കോയിനുകളും ബാറുകളും വാങ്ങിച്ചവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടത്തിന്റെ കാലം കൂടിയാണത്. കേരളത്തിൽ ഇന്ന് 1,760 രൂപയാണ് പവന് വർദ്ധിച്ചത്. 1,16,600 രൂപയിലാണ് ഇതുകൊണ്ട് എത്തിച്ചത്. ഗ്രാമിലെ 220 വർദ്ധിച്ചു 12,700 രൂപയായി. ഗ്രാമിന് 200 രൂപ വർദ്ധിച്ച 16,525 രൂപയാണ് 18 ക്യാരറ്റ് സ്വർണ്ണവില. വെള്ളിക്ക് ഗ്രാമിന് 2 രൂപയായിരുന്നു 220 രൂപയായി. അന്തർദേശീയ സാഹചര്യങ്ങളാണ് സ്വർണത്തിന്റെ കുതിപ്പിന് കാരണമായത്. US വെനസ്വേല ഭിന്നത അതിരൂക്ഷമാകുന്നതും റഷ്യ-യുക്രൈൻ സമാധാന നീക്കം വീണ്ടും പൊളിയുമെന്ന ആശങ്ക കനക്കുന്നതും സ്വർണ്ണവില കത്തിക്കേറാൻ ഇടയാക്കി. ഭൗമരാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളിൽ പൊതുവെ കിട്ടുന്ന എന്ന പരിവേഷമാണ് സ്വർണത്തിനും വെള്ളിക്കും കരുത്താവുന്നത്. യുദ്ധമുണ്ടായാൽ അത് ആഗോള സാമ്പത്തിക മേഖല, വ്യാപാര വാണിജ്യ ഇടപാടുകൾ, ഓഹരി കടപ്പത്ര, കറൻസി വിപണികൾ എന്നിവയെ തളർത്തും. ഈ സാഹചര്യത്തിൽ സ്വർണം വെള്ളി ETF-കൾക്ക് ഡിമാൻഡ് വർദ്ധിക്കും. രാജ്യങ്ങൾ കറൻസികൾക്ക് പകരം കൂടുതൽ ശേഖരത്തിലേക്ക് സ്വർണം വാങ്ങിക്കൂട്ടും.